ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് ഗാർഡൻ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? കുറച്ച് ദിവസമായിട്ട് വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാറില്ല. ചില കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു കപ്പ നട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തുകൊണ്ട് അതിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിട്ട് നിൽക്കണം. അപ്പോൾ അതൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. പിന്നെ എന്തായാലും അത് പറിച്ച് കളയാൻ വിചാരിച്ചു. 2 കിഴങ്ങറ്റുണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒരു കൊമ്പുമ്മേ. മറ്റേതുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അത് പറിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വലുതാവില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ് പറിച്ച് കളഞ്ഞു കേട്ടോ. അപ്പം മക്കൾ സ്കൂളിട്ട് വന്നിട്ട് മക്കളെയും കൂട്ടിയിട്ടാണ് കേട്ടോ പുല്ല് പറി. അപ്പോൾ അവർ ചിലപ്പോഴൊക്കെ അങ്ങനെ കൂടെ എന്തിനേലൊക്കെ. പക്ഷെ ചിലപ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ നമുക്ക് പെരുന്നാളിന് വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കുറച്ച് അരാലിയുടെ കട്ടിങ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിൽ കുത്തി വെച്ചിട്ടായിരുന്നു കേട്ടോ. നമ്മൾ പോട്ടുകൾ വാങ്ങുമ്പോൾ പലപ്പോഴും അതിൻ്റെ അടിയിൽ ഹോളുകൾ ഉണ്ടാവില്ല. നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം, അതിന് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ പോട്ടിങ് മിക്സൊക്കെ റെഡിയാക്കിയതിൽ നിറക്കാൻ. അപ്പോൾ ഞാൻ അടിയിൽ മെറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതാകുമ്പോൾ ഹോൾ അടഞ്ഞു പോകില്ലല്ലോ. പിന്നെ കരിയില, പിന്നെ ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് പോട്ടിങ് മിക്സ് കേട്ടോ. മണൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പോട്ടിങ് മിക്സ് ഒന്നും ഇങ്ങനെ ലൂസായിട്ടിരിക്കും. ചകിരിച്ചോറ് പലപ്പോഴും അങ്ങോട്ട് എഫക്റ്റീവ് ആവില്ല, ചെടിയുടെ വേരിനെയൊക്കെ കേട് വരുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ അധികം ഈ വെള്ളം ഒഴുകി പോകുന്ന ഭാഗത്തു നിന്നുള്ള മണലാണ് എടുക്കാറ് കേട്ടോ. അതാകുമ്പോൾ മണ്ണ് എപ്പോഴും ലൂസായിട്ടിരിക്കും, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഞാനിങ്ങനെ തിക്കായിട്ടാണ് അരാലിയുടെ കമ്പ് നട്ടിട്ടുള്ളത്. അതാകുമ്പോൾ നല്ല തിക്കായിട്ട് ചട്ടിയിൽ നിറഞ്ഞു വന്നോളും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പ് വേര് പിടിച്ചിട്ടില്ലെങ്കിലും ബാക്കിയുള്ളത് ഏതെങ്കിലും 2-3 എണ്ണെങ്കിലും എന്തായാലും വേര് പിടിക്കുമല്ലോ. എനിക്ക് ഈ സംഭവം അധികം അങ്ങനെ പിടിച്ച് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ തിക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും 1-2 ആണെങ്കിൽ പോലും ബാക്കിയുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നല്ല പോലെ വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിക്കണേ കേട്ടോ. ഓക്കെ, ബായ്.